ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള രുചിക്കൂട്ടുകൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതിനു വേണ്ട സാധനങ്ങൾ: ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം ചിക്കൻ അതിലോട്ടിടുക. ഞാൻ അരമണിക്കൂർ മുമ്പ് ചിക്കൻ മസാല പുരട്ടി വെച്ചായിരുന്നു. മസാലയ്ക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, ഉപ്പ്. ഇനി നമുക്ക് അരി ഇടാനുള്ള പാത്രം എടുക്കുക. പാത്രം എടുത്ത് വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് അതിലേക്ക് നമുക്ക് അരി ഇടാം. ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച അരിയാണ്. അരമണിക്കൂർ മുമ്പ് ഞാൻ കഴുകി വാരി വെച്ചതാണ്. ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലോട്ടിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഒന്ന് വേകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കന് വെന്തോ ഇല്ലയോ എന്ന് നോക്കാം. വെന്തെങ്കിൽ നമുക്ക് തിരിച്ചിടാം. കുറച്ചുകൂടെ വേവാനുണ്ട്. ഓക്കെ, നമുക്കൊന്ന് അതിന് ഒരു സൈഡ് നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് അരി തിളച്ചൊന്ന് നോക്കാം. അരി തിളച്ചു വെന്തിട്ടുണ്ട്. നമുക്കൊരു കിഴുതപാത്രം ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. അതിന് ഉരുളക്കിഴങ്ങ്, മല്ലിയില, ഉള്ളി, സവോള, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളിക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, ഇനി നമുക്കൊരു പാൻ വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് നെയ്യോടെ ഒഴിക്കുക. അതുകൊണ്ട് ഉള്ളി ഫ്രൈ ചെയ്യുക. ഉള്ളി ഫ്രൈ ചെയ്ത് നമുക്ക് അത് പിന്നെ ഇടാൻ വേണ്ടിയിട്ടാണ്. മസാലയ്ക്കുള്ളതല്ല ഉള്ളി ഫ്രൈ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഉള്ളിയും കശുവണ്ടിയും മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ഫ്രൈ ചെയ്ത് അത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. സെയിം പാനിൽ തന്നെ പിന്നെ നമുക്ക് നട്ട്സും മുന്തിരിയും കൂടെ ഇടാം. അതൊന്ന് ഒരു കളർ വ്യത്യാസം വന്നു കഴിയുമ്പം അത് നമുക്ക് മാറ്റി വെക്കാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. മസാലയ്ക്കുള്ളത് നമുക്ക് റെഡിയാക്കാം. മസാലയ്ക്ക് ഞാൻ ആദ്യം ക്യാരറ്റും പൊട്ടറ്റയും കൂടി ഇട്ടിട്ടുണ്ട്. അത് വേണ്ടിയവർക്കിടാം, വേണ്ടാത്തവർക്ക് ഇടണ്ട. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുണ്ടാണ്. അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കുറച്ച് വഴറ്റി കഴിയുമ്പം അതിൻ്റെ അകത്തോട്ട് നമുക്ക് സവോളയും മല്ലിയില, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അത് നല്ലപോലെ ഒന്ന് വഴണ്ട് കഴിയുമ്പം അതിൻ്റെ അകത്തോട്ട് നമുക്ക് അതിന് വേണ്ടുന്ന മസാലകൾ ഞാൻ ആദ്യം മുളക് പൊടി എടുത്തു, മല്ലിപ്പൊടി, ബിരിയാണി മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി,
എടുത്തിടുക. അത് ഒന്ന് മിക്സായി കഴിയുമ്പോൾ മിക്സാക്കുക. അത് നല്ലപോലെ. ഞാൻ പിന്നെ കുറച്ച് ഗ്രീൻ പീസ് കൂടി ഇട്ടായിരുന്നു. ഗ്രീൻ പീസ് ഇഷ്ടമായതുകൊണ്ടാണ് ഗ്രീൻ പീസ് ഇട്ടത്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാനുള്ള ഇത് ചെയ്യാം. അതിന് ആദ്യം നമ്മൾ കുക്കർ വെക്കുക. കുക്കർ വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൻ്റെ അകത്ത് ആദ്യം ഒരു ലെയറിൽ നമ്മൾ നമ്മുടെ ബസ്മതി റൈസ് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ അതിലേക്ക് ഇടുക. ചിക്കൻ ഓരോന്ന് പറക്കി അതിൻ്റെ അകത്തോട്ടിടുക. മസാലയും ചിക്കനും കൂടെ ഒന്നിച്ചിടുക. ആ ചിക്കൻ ഓരോന്ന് പറക്കി അതിൻ്റെ അകത്ത് ഇട്ട് മസാലയും ഇട്ട് നമ്മൾ ആദ്യത്തെ ലെയർ റെഡിയായി. കുറച്ച് മല്ലിയിലയും കൂടി ഇടുക. പിന്നെ നട്ട്സും കിസ്മിസും കൂടി ഇടുക. അത് മല്ലിയില ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ലെയർ റെഡിയാക്കാം. രണ്ടാമത് കുറച്ച് ചോറെടുത്ത് കുറച്ച് റൈസ് എടുത്ത് മണ്ടയിലിടുക. അങ്ങനെ നമുക്ക് 3 ലെയർ ചെയ്യണം. ഇതിപ്പോൾ രണ്ടാമത്തെ ലെയറാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന ചിക്കൻ എടുത്ത് ഓരോന്ന് പറക്കി വെക്കുക. പറക്കി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മസാലയും കിസ്മിസും മല്ലിയില എല്ലാം കൂടി ഇട്ടിട്ട് റെഡിയാക്കുക. അങ്ങനെ നമ്മൾ 3 ലെയറും ചെയ്തു. ബാക്കിയിരിക്കുന്ന മല്ലിയിലയും കിസ്മിസും എല്ലാം കൂടി ഇടുക. ഞാൻ പിന്നെ കുറച്ച് ഫ്രഷായിട്ട് കുറച്ച് ക്യാരറ്റും കൂടി ഇടുന്നുണ്ട്. ഇഷ്ടമുണ്ടാണ് ഇടുന്നത്. കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ വെച്ച് ഒരു 15 മിനിറ്റ് വയ്ക്കണം. ദം ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. വാവ്, നല്ല മണം. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് അത് മാറ്റാം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പുതിയ രുചികളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.